ഹായ് ഓൾ, വെൽക്കം ടു പെപ്പ്. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കോറിലേഷനെ പറ്റിയിട്ടാണ്. സോ സ്റ്റാറ്റിയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കോറിലേഷൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പം സ്റ്റാറ്റി ചില സമയത്ത് നമുക്ക് കുറച്ച് പ്രോബ്ലമാറ്റിക് ആവുന്നുണ്ട്. കാരണം ഇക്വേഷൻസ് വരുന്നുണ്ട്, അതിൽ പ്രോബ്ലം സോൾവ് ചെയ്യണം. ഇക്വേഷനിൽ എന്തെങ്കിലും കൺഫ്യൂഷനോ കാര്യങ്ങളോ വരുന്ന സമയത്ത് നമുക്കത് കറക്റ്റായിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് പ്രോബ്ലം നമ്മളെ കഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. സോ കോറിലേഷൻ നമുക്ക് ശരിക്കും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ചില ബേസിക് കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ അതിൻ്റെ മേലെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഈ ഒരു പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ കോറിലേഷൻ എന്ന് പറയുന്ന ആ ഒരു പേര് സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്നും കോറിലേഷൻ എന്തൊക്കെ ടൈപ്പുകളുണ്ട്, കോറിലേഷൻ കണ്ടുപിടിക്കാനുള്ള കോഎഫിഷ്യന്റ്, അതിൻ്റെ ഇക്വേഷൻസ്, ആ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് അറിയുകയാണെങ്കിൽ നമുക്ക് ഇത് കുറച്ചും കൂടി അത്ര ബുദ്ധിമുട്ടില്ലാത്തൊരു ഈസി ചാപ്റ്റർ ആയിട്ട് മാറും. സോ നമുക്ക് കോറിലേഷൻ എന്താണെന്ന് നോക്കാം. സോ ഇതിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് എന്താണ് കോറിലേഷൻ എന്നുള്ളതാണ്. ഈ ഒരു പേര് പറയുന്നത് പോലെ ഇത് റിലേഷൻഷിപ്പ് ആണ് നോക്കുന്നത്, അല്ലേ? കോറിലേഷൻ എന്ന് പറയുന്നത് പോലെ ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ പഠിക്കുന്നത് റിലേഷൻഷിപ്പ് ആണ്. ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, അത് എത്രമാത്രം സ്ട്രോങ് ആണ് അല്ലെങ്കിൽ അത് എത്രമാത്രം വീക്കാണ്, ഇതൊക്കെയാണ് നമ്മൾ കോറിലേഷനിലൂടെ പഠിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോറിലേഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം റിലേഷൻഷിപ്പ് ആണെന്നും അതുപോലെ തന്നെ ഇവിടെ നമ്മൾ അസോസിയേഷൻ ആണ് നോക്കുന്നത്. രണ്ട് വേരിയബിൾസ് എത്രത്തോളം അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു, ആൻഡ് ആ അസോസിയേഷൻ വീണ്ടും അതുപോലെ തന്നെ സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്നാണ് നമ്മൾ പഠിക്കാൻ നോക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്ട്രെങ്ത് ഓഫ് അസോസിയേഷൻ ആണ് നോക്കുന്നത്. രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വേരിയബിൾസ് ആവാം. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പം അധികം സ്റ്റാറ്റി പഠിക്കുന്ന സമയത്ത് സ്റ്റാറ്റിയിലെ, അതായത് പ്യുവർ സ്റ്റാറ്റിസ്റ്റിക്സിലെ രണ്ട് വേരിയബിൾ പറയുന്നതിനെക്കാട്ടും കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മൾ സൈക്കോളജിയിലെ രണ്ട് വേരിയബിൾസിനെ എടുത്തുകൊണ്ട് പറയുമ്പം. ഞാനിപ്പം സൈക്കോളജിക്കൽ ഡിസ്ട്രസ്, നമ്മളെ സൈക്കോളജിയിലൊരു വേരിയബിളാണ് സൈക്കോളജിക്കൽ ഡിസ്ട്രസ്. അതുപോലെ തന്നെ ഞാൻ സെൽഫ് എസ്റ്റീം, ഈ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷനാണ് നോക്കുന്നത് വിചാരിക്കാം. സൈക്കോളജിക്കൽ ഡിസ്ട്രസ്സും അതുപോലെ തന്നെ സെൽഫ് എസ്റ്റീമാണ്. സോ ഇത് തമ്മിലുള്ള കോറിലേഷൻ നോക്കുന്ന സമയത്ത് സൈക്കോളജിക്കൽ ഡിസ്ട്രസ് എന്ന് പറയുന്നത്, ഇപ്പോൾ സെൽഫ് എസ്റ്റീം കൂടുന്നതിനനുസരിച്ച് സൈക്കോളജിക്കൽ ഡിസ്ട്രസ് കൂടുന്നുണ്ടോ, അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം കൂടുന്നതിനനുസരിച്ച് സൈക്കോളജിക്കൽ ഡിസ്ട്രസ് കുറയുന്നുണ്ടോ, എന്താണ് ഈ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, എത്രത്തോളം ഉണ്ട് ഇവർ തമ്മിലുള്ള ആ ഒരു അസോസിയേഷൻ, സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ രണ്ട് വേരിയബിൾസ് എപ്പോഴാണ് കോറിലേറ്റഡ് ആവുന്നത് നമ്മൾ നോക്കണം. എപ്പോഴാണ് കോറിലേറ്റഡ് ആവുക? ഒന്നിലുണ്ടാവുന്ന ചേഞ്ച്, അതായത് സൈക്കോളജിക്കൽ ഡിസ്ട്രസ് എന്ന വേരിയബിളിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഈ ഒരു വേരിയബിളിലും എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാക്കുന്നുണ്ടോ. ചിലപ്പം എന്താണ്, ഇപ്പോൾ സെൽഫ് എസ്റ്റീം കൂടുന്ന ഒരാൾക്ക് നമുക്ക് വേണമെങ്കിൽ പറയാം സൈക്കോളജിക്കൽ ഡിസ്ട്രസ് കുറവായിരിക്കും, അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം കുറവുള്ള ഒരാൾക്ക് സൈക്കോളജിക്കൽ ഡിസ്ട്രസ് കൂടുതലായിരിക്കും. സോ ഇവിടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഇതുപോലത്തെ റിലേഷൻഷിപ്പാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോറിലേഷനിൽ പഠിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇനി ടൈപ്പുകളിലേക്ക് കടക്കുകയാണെങ്കിൽ പോസിറ്റീവ് കോറിലേഷൻ ഉണ്ട്. പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സൈക്കോളജിക്കൽ ഡിസ്ട്രസ് തന്നെ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട വേറൊരു വേരിയബിൾ സെൽഫ് എസ്റ്റീം, ഞാനിപ്പം വേറൊരു വേരിയബിൾ എടുത്ത എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ സെൽഫ് എസ്റ്റീം എടുക്കുന്നത് വിചാരിക്കുക. ഞാൻ സെൽഫ് എസ്റ്റീമിനെയും അതുപോലെ തന്നെ എൻ്റെ മീനിങ് ഓഫ് ലൈഫ്, ഈ രണ്ട് വേരിയബിൾസിനെയാണ് പഠിക്കുന്നത് വിചാരിക്കാം. അപ്പോൾ സെൽഫ് എസ്റ്റീം കൂടുകയാണെങ്കിൽ എൻ്റെ മീനിങ് ഓഫ് ലൈഫും കൂടുന്നു എന്ന് കാണുകയാണെങ്കിൽ അവിടെ ഒരു പോസിറ്റീവ് കോറിലേഷൻ ആണുള്ളത്. കാരണം ഇവിടെ രണ്ട് വേരിയബിൾസിലും ഉണ്ടാകുന്ന ചേഞ്ച് എന്താണ്, സെയിം ഡയറക്ഷനിലാണ്. ഒന്ന് കൂടുന്ന സമയത്ത് മറ്റൊന്ന് കൂടുകയും ചെയ്യുന്നു. ഇനിയിപ്പോൾ സെൽഫ് എസ്റ്റീം കുറയുകയാണെങ്കിൽ എൻ്റെ മീനിങ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് കുറയുന്നു. ഇവിടെയും എന്താണ്, സെയിം ഡയറക്ഷനിലാണ്. അതിപ്പം ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കൂടുന്ന സമയത്ത് അത് പോസിറ്റീവും, ഒന്ന് കുറയുമ്പോൾ മറ്റൊന്ന് കുറയുന്നത് നെഗറ്റീവും എന്ന് വിചാരിക്കരുത്. അത് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നതാണ്. രണ്ട് വേരിയബിൾസും ഒരേ ഡയറക്ഷനിലാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാം എന്തത്, പോസിറ്റീവ് കോറിലേഷൻ ആണ്. അതായത് എക്സും വൈയും ആണ് എൻ്റെ രണ്ട് വേരിയബിൾസ് എങ്കിൽ എക്സും വൈയും എന്താണ്, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. എക്സ് കൂടുന്ന സമയത്ത് വൈ കൂടും, എക്സ് കുറയുന്ന സമയത്ത് വൈ കുറയുകയും ചെയ്യും. സോ ഇവിടെ പോസിറ്റീവ് കോറിലേഷനിൽ എപ്പോഴും ഒരു ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ സ്വഭാവമായിരിക്കും ഉണ്ടാവുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് കോറിലേഷൻ ആണ്. നെഗറ്റീവ് കോറിലേഷൻ എക്സ് ആൻഡ്
വൈ എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ സ്വഭാവമാണ് ഉണ്ടാവുക. അതായത് എക്സ് കൂടുന്ന സമയത്ത്, എക്സ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് വൈ കുറയാനാണ് ചാൻസ്. ഞാൻ പറയാണ് ഇപ്പം ഇമോഷണൽ ഇൻ്റലിജൻസ് കൂടുന്ന സമയത്ത് സ്ട്രെസ് എന്ന് പറയുന്ന സാധനം കുറയുകയാണ്. ഇവിടെ രണ്ട് വേരിയബിൾസിൻ്റെയും ഡയറക്ഷൻ എങ്ങനെയാണ്? ഓപ്പോസിറ്റ് സൈഡിലേക്കാണ്. ഒന്ന് കൂടുന്ന സമയത്ത് ഒന്ന് കുറയുന്നു. സോ ഈ ഒരു ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന സമയത്ത്, രണ്ട് വേരിയബിൾസ് തമ്മിൽ ഒരു ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അതിനെ നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആണെന്ന് പറയും. അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും മനസ്സിലാക്കുക, കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. ഇനി നമുക്ക് ലീനിയർ കോറിലേഷൻ ആണ് പറയാനുള്ളത്. ലീനിയർ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിളിൽ ഉണ്ടാവുന്ന ചേഞ്ച് മറ്റൊരു വേരിയബിളിലും ഒരു കോൺസ്റ്റന്റ് റേഷ്യോ ചേഞ്ച് ആണ് ഉണ്ടാവുന്നതെങ്കിൽ, ഇപ്പം എക്സും വൈയും ഞാൻ പറയാണ്, എക്സ് ഇപ്പം 10 ആണ്, ഇത് 30 ആണ് വിചാരിക്കുക, ഇവിടെ 20 ആണ്, ഇവിടെ 60 ആണെന്ന് വിചാരിക്കുക. സോ ഇവിടെ എക്സും വൈയും തമ്മിൽ എപ്പോഴും ഒരു 3ൻ്റെ വ്യത്യാസം, ഇൻറ്റു 3 എന്ന് പറയുന്ന വ്യത്യാസം എപ്പോഴും ഉണ്ടാവുന്നുണ്ട്. എക്സിൽ ഉണ്ടാവുന്ന ചേഞ്ചും, അതായത് എക്സും വൈയും എന്ന് പറയുന്ന വേരിയബിൾ തമ്മിൽ ഒരു 3 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റുമായിട്ട് എപ്പോഴും ഒരു വ്യത്യാസം ഉണ്ടാവുന്നുണ്ട്. സോ ആ ഒരു കോൺസ്റ്റന്റ് റേഷ്യോ ചേഞ്ച് ആണെങ്കിൽ നമുക്ക് പറയാം എന്ത്, അത് ലീനിയർ കോറിലേഷൻ ആണ്. ലീനിയർ കോറിലേഷൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കിട്ടുക. നമ്മളിവിടെ എക്സിന് ഇവിടെ പ്ലോട്ട് ചെയ്യും, വൈന് ഇവിടെ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ലീനിയർ കോറിലേഷൻ്റെ ഒരു ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ലീനിയർ എന്ന് ഉദ്ദേശിക്കുക ഒരു ലൈൻ, കറക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ അവിടെ ഫോം ചെയ്യുന്നതായിരിക്കും. ഇനി നോൺ ലീനിയർ ആവുന്ന സമയത്ത് എന്താണ്, അവിടെ എന്തുണ്ടാവില്ല, ഒരു കോൺസ്റ്റന്റ് റേഷ്യോ ചേഞ്ച് ഒരിക്കലും ഉണ്ടാവില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോൺ ലീനിയർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് പറയുന്ന മറ്റൊരു പേരാണ് കർവി ലീനിയർ കോറിലേഷൻ. അതായത് മറ്റത് നമ്മൾ പറഞ്ഞ എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ഇവിടെ പകരം എന്താ പറയുക ഒരു കേർവ് പോലെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. കറക്റ്റായിട്ടൊരു ലൈൻ അവിടെ ഫോം ചെയ്യുന്നുണ്ടാവില്ല. സോ അതുകൊണ്ടാണ് കർവി ലീനിയർ, ആ കേർവിനെയാണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക്കലി പോസിറ്റീവ് എന്താന്ന് പറഞ്ഞു, നെഗറ്റീവ് എന്താന്ന് പറഞ്ഞു, ലീനിയർ പറഞ്ഞു, നോൺ ലീനിയർ പറഞ്ഞു. ഇനി നമുക്ക് സിമ്പിൾ കോറിലേഷൻ ഉണ്ട്. സിമ്പിൾ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോറിലേഷൻ, അതായത് വെറും രണ്ട് വേരിയബിൾസിനെ അവിടെ പഠിക്കുന്നുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇമോഷണൽ ഇൻ്റലിജൻസും അതുപോലെ തന്നെ ഞാൻ എൻ്റെ സെൽഫ് എസ്റ്റീമും നോക്കുകയാണെങ്കിൽ ഞാനിവിടെ ആകെ രണ്ട് വേരിയബിളിനെ പഠിക്കുന്നുള്ളൂ, ഈ രണ്ട് വേരിയബിൾസിനെ. സോ വെറും രണ്ട് വേരിയബിൾസിനെ മാത്രമാണ് ഞാൻ പഠിക്കുന്നതെങ്കിൽ അതെന്താവും, അത് നമുക്ക് സിമ്പിൾ കോറിലേഷൻ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ബേസിക് ആയിട്ടുള്ള സാധനം. ഇനി പാർഷ്യൽ കോറിലേഷൻ ഉണ്ട്. അവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഒരു വേരിയബിളിനെയും അതുപോലെ തന്നെ മറ്റൊരു വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പഠിക്കുന്നത്. പക്ഷേ ഈ ഒരു പാർഷ്യൽ കോറിലേഷനിൽ ബാക്കി അതർ വേരിയബിൾസ്, ഈ അതർ വേരിയബിൾസിനെ നമ്മൾ എന്താണ് കോൺസ്റ്റന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുക. ഒരു വേരിയബിളും മറ്റൊരു വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പഠിക്കുന്നതെങ്കിലും ബാക്കി വേരിയബിൾസിനെ, അതായത് ഈ രണ്ട് വേരിയബിൾസിനെ എഫക്റ്റ് ചെയ്യുന്ന ബാക്കി വേരിയബിൾസിനെ നമ്മൾ എന്താണ് ഒരു കോൺസ്റ്റന്റ് ആയിട്ടാണ് നമ്മൾ അവിടെ അസ്യൂം ചെയ്യുന്നത്. ഇനിയുള്ളത് മൾട്ടിപ്പിൾ കോറിലേഷൻ ആണ്. സിമ്പിൾ കോറിലേഷൻ എന്തായിരുന്നു, സിമ്പിൾ കോറിലേഷൻ ആണെങ്കിൽ നമ്മൾ അവിടെ രണ്ട് വേരിയബിൾസിനെ മാത്രമേ പഠിക്കുള്ളൂ. ഓക്കെ, മൾട്ടിപ്പിൾ ആ പേര് പറയുന്നത് പോലെ തന്നെ ഇവിടെ നമ്മൾ എന്താണ് ഒരു വേരിയബിൾ ഉണ്ടാവും, എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ടാവും, അതിനെ എഫക്റ്റ് ചെയ്യുന്ന കുറേ വേരിയബിൾസ് ഉണ്ടാവും. ഓക്കെ, ഒരു സൈഡിൽ ഒരു വേരിയബിളും ആ എക്സിനെ തന്നെ എഫക്റ്റ് ചെയ്യുന്ന പല വേരിയബിൾസും മൾട്ടിപ്പിൾ വേരിയബിൾസിനെയും കൂടിയാണ് നമ്മൾ അവിടെ കോറിലേഷൻ ചെയ്യുന്നത്. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഓക്കെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സൈക്കോളജിക്കൽ ഡിസ്ട്രെസ്സിനെ പഠിക്കുകയാണ്. അതിനെ എഫക്റ്റ് ചെയ്യുന്ന പല ഫാക്ടേഴ്സ്, എൻ്റെ സെൽഫ് എസ്റ്റീം, അതല്ലെങ്കിൽ എൻ്റെ ലൈഫ് സാറ്റിസ്ഫാക്ഷൻ, അതല്ലെങ്കിൽ എൻ്റെ മീനിങ് ഓഫ് ലൈഫ്. സോ ഇത്തരം കാര്യങ്ങൾ, അതായത് ഇവിടെ എന്താണ് ഒറ്റൊരു വേരിയബിളേ ഉണ്ടാവുള്ളൂ, ഇവിടെ മൾട്ടിപ്പിൾ വേരിയബിൾസ് ഉണ്ടാവും. സോ ഒരു സൈഡിൽ ഒരു വേരിയബിളിനെയും മറ്റേ സൈഡിൽ നമ്മൾ മൾട്ടിപ്പിൾ വേരിയബിൾസിനെയും വെച്ച് കോറിലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ടൈപ്പിൽ പറയാനുള്ളത്. അപ്പം കോറിലേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ആണ്. അതായത് ഒരു വേരിയബിൾ ആണ് എക്സ് ആണ് വൈയിലേക്ക് നയിക്കുന്നത്, അല്ലെങ്കിൽ വൈ കാരണമാണ്
എക്സ് സംഭവിക്കുന്നത് എന്നുള്ളൊരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് നമുക്ക് ചിലപ്പം ഈ ഒരു കാര്യത്തിൽ തോന്നാം, പക്ഷെ അത് തെറ്റാണ്. ഒരിക്കലും കോറിലേഷൻ എന്തല്ല, ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് കാണിക്കുന്നില്ല. അതെപ്പോഴും ശ്രദ്ധിക്കണം. കാരണം ഇപ്പം പി ജി എൻട്രൻസിനായാലും ശരി, അല്ലെങ്കിൽ നമ്മളിപ്പം സെം എക്സാം എഴുതുന്ന സമയത്തായാലും ശരി, നമ്മൾ ആ ഒരു കാര്യം എഴുതി വെക്കുകയാണെങ്കിൽ ഇപ്പം നമുക്കൊരു ഇങ്ങനെ റിലേഷൻഷിപ്പ് പഠിക്കുക എന്ന് വിചാരിക്കുമ്പോൾ തന്നെ നമുക്ക് തെറ്റായ ഒരു അസംഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എക്സ് കോസസ് വൈ, അല്ലെങ്കിൽ നേരെ തിരിച്ചാവാം, വൈ കോസസ് എക്സ്, ഇങ്ങനെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഒരിക്കലും കോറിലേഷൻ എന്ത് പഠിക്കുന്നില്ല, കോസ് ആൻഡ് ഇഫക്റ്റ് എന്താണെന്ന് കോറിലേഷൻ ഒരിക്കലും പഠിക്കുന്നില്ല. ഇവിടെ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഒരിക്കലും ഇല്ല. ഓക്കെ, ഈ ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കണം. ഇവിടെ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇതാണെന്നും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ അതാണെന്നൊന്നും പഠിക്കുന്നില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സൈക്കോളജിക്കൽ ഡിസ്ട്രെസ്സും സെൽഫ് എസ്റ്റീമുമാണ്. സെൽഫ് എസ്റ്റീം ഉള്ള ഒരാൾക്ക് സൈക്കോളജിക്കൽ ഡിസ്ട്രെസ് കുറവായിരിക്കാം എന്നുള്ള ഒരു റിലേഷൻഷിപ്പേ പറയാൻ പറ്റൂ. അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം ഉണ്ടെങ്കിൽ എന്തായാലും ഡിസ്ട്രെസ് കുറവായിരിക്കും, അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം എപ്പോഴും നമുക്ക് ഡിസ്ട്രെസ് കുറവ് എന്ന അവസ്ഥയിലേക്ക് നയിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പം കോസ് ആൻഡ് എഫക്റ്റ് ഒരിക്കലും പറയാൻ പറ്റില്ല. കോസ് ആൻഡ് എഫക്റ്റ് നമ്മൾ എവിടെയാണ് പറയുക? എക്സ്പീരിമെൻ്റൽ ആയിട്ടുള്ള കണ്ടീഷനിലാണ് കോസ് ആൻഡ് എഫക്റ്റ് പറയുക. കോറിലേഷൻ നമ്മൾ ഒരിക്കലും കോസ് ആൻഡ് എഫക്റ്റ് പറയുന്നില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതായത് ഇപ്പം ഒരു എക്സ്പീരിമെൻ്റൽ സ്റ്റഡി നടത്താനായിട്ട് എത്രത്തോളം ടൈം എടുക്കുന്നുണ്ടാവും, ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിരിക്കും, എക്സ്പെൻസീവ് ആയിരിക്കും. അതുപോലെ നമ്മൾ ഒരു ലബോറട്ടറി സെറ്റ് ചെയ്ത് നമ്മൾ അതിന് പാർട്ടിസിപ്പൻസിനൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനൊരു കാര്യം പഠിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് അല്ലേ? ടൈമിൻ്റെ കാര്യത്തിലായാലും പല കാര്യത്തിലായും ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം ഇവിടെ നമ്മൾ എന്താണ്, ഇപ്പം നമ്മൾ 2 ക്വസ്റ്റ്യനർ കൊടുക്കും. സൈക്കോളജിക്കൽ ഡിസ്ട്രെസ് മെഷർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനറും കൊടുക്കും, അതുപോലെ തന്നെ നമ്മൾ സെൽഫ് എസ്റ്റീം മെഷർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനറും കൊടുക്കും. ഈ 2 കാര്യങ്ങൾ, അതായത് സൈക്കോളജിക്കൽ ഡിസ്ട്രെസ്സിൻ്റെ ക്വസ്റ്റ്യനറും സെൽഫ് എസ്റ്റീമിൻ്റെ ക്വസ്റ്റ്യനറിനും കിട്ടുന്ന ഡാറ്റേനെയാണ് നമ്മൾ അവിടെ കോറിലേഷൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറയുന്ന കാര്യം ഒരിക്കലും കോറിലേഷനിൽ ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, ഇനി നമുക്ക് കോറിലേഷനെ ഡിറ്റർമിൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. നമ്മൾ 3 രീതിയിലാണ് കോറിലേഷനെ നമ്മൾ കാണിക്കുക. ഒന്ന്, നമ്മൾ സ്കാറ്റർ ഡയഗ്രാം യൂസ് ചെയ്യും. സ്കാറ്റർ ഡയഗ്രാം അതല്ലെങ്കിൽ കോറിലേഷൻ കോഎഫിഷ്യൻറ്റുകൾ. ഇവിടെ നമുക്ക് 2 കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആണുള്ളത്. ഒന്ന് കാൾ പിയേഴ്സൻ്റെതും ഉണ്ട്, അതുപോലെ തന്നെ സ്പിയർമാൻ്റെതും ഉണ്ട്. ചാൾസ് സ്പിയർമാനും കാൾ പിയേഴ്സണും ഇവർ രണ്ടാളുടെയും കോറിലേഷൻ കോഎഫിഷ്യൻറ്റും അതുപോലെ തന്നെ ഒരു സ്കാറ്റർ ഡയഗ്രാമുമാണ് ഉള്ളത്. കോറിലേഷൻ കോഎഫിഷ്യൻറ്റിനെ നമ്മൾ R എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. R എന്ന് പറയുന്നതാണ് നമ്മുടെ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. ആറിൻ്റെ വാല്യൂ എപ്പോഴും -1 മുതൽ +1 വരെ ആയിരിക്കും. ഓക്കെ, നമ്മൾ 2 കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് പറയുന്നുണ്ട് അല്ലേ? പിയേഴ്സൻ്റെതും പറയുന്നുണ്ട്, അതുപോലെ തന്നെ സ്പിയർമാൻ്റെതും പറയുന്നുണ്ട്. ഓക്കെ, R എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എപ്പോഴും -1 to +1 ആയിരിക്കും. ശ്രദ്ധിക്കുക, ഞാനിപ്പോൾ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ -1 ഉണ്ട്, അപ്പുറത്തെ എൻഡിൽ +1 ഉണ്ട്. ഓക്കെ, അയ്യോ, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് തൽക്കാലം വിചാരിക്കണം. ഓക്കെ, ഇതിൻ്റെ ഒത്ത നടുക്കിലായിട്ടാണ് ആരുണ്ടാവുക? -1ൻ്റെയും +1ൻ്റെയും ഒത്ത നടുക്ക് ആരുണ്ടാവും? 0 ഉണ്ടാവും. ഓക്കെ, അപ്പം +1 ആയാലും -1 ആയാലും പെർഫെക്റ്റ് കോറിലേഷനാണ് കാണിക്കുന്നത്. നമ്മൾ പറഞ്ഞു -1 മുതൽ +1 വരെ ആയിരിക്കും കോറിലേഷൻ്റെ വാല്യൂ വരിക. സോ -1 ആണെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. +1 ആണെങ്കിൽ എന്തായിരിക്കും? പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും. 0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നോ കോറിലേഷൻ, ഒരു ബന്ധവും ഉണ്ടാവില്ല. ഓക്കെ, ഇങ്ങനെയായിരിക്കും വരുന്നത്. ആൻഡ് ഇതിൻ്റെ ഇടയ്ക്കുള്ള പോർഷൻസ് ആണെങ്കിൽ ഈ ഒരു പോർഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ നമുക്ക് നെഗറ്റീവ് കോറിലേഷൻ ആണ്, ഈ ഒരു പോർഷനിൽ പോസിറ്റീവ് കോറിലേഷൻ ആണ്. +1 ആകുമ്പം അത് പെർഫെക്റ്റ് പോസിറ്റീവ് ആവും, -1 ആകുമ്പോൾ അത് പെർഫെക്റ്റ് നെഗറ്റീവ് ആവും, 0 ആകുമ്പം നോ കോറിലേഷൻ ആവും. ഓക്കെ, ഇനി നമ്മൾ പറയുകയാണെങ്കിൽ എപ്പോഴാണ് നമ്മൾ പറഞ്ഞു നമ്മളൊരു കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്ന സാധനം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കാണിച്ചിരുന്നുണ്ട്? കോറിലേഷൻ കോഎഫിഷ്യൻ്റ് നമുക്ക് 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും കാണിച്ചിരുന്നത്. ഒന്നാമത്തത് ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്ട്രെങ്ത് എന്താണെന്നും രണ്ടാമത്തത് അതിൻ്റെ ഡയറക്ഷൻ എന്താണെന്നും കാണിച്ചിരും. ഓക്കെ, ഒരു റിലേഷൻഷിപ്പ്, അതായത് നമുക്കൊരു കോറിലേഷൻ എന്ന് പറഞ്ഞിട്ട് R is equal to, എനിക്ക് ഒരു കാൽക്കുലേഷൻ ഒക്കെ ചെയ്തിട്ട് R is equal to -0.95 എന്ന് കിട്ടിയെന്ന് വിചാരിക്കാം. ഇതാണ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ വാല്യൂ. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് 2 കാര്യങ്ങൾ മനസ്സിലാവും.
നെഗറ്റീവ് സൈൻ ഉണ്ടെങ്കിൽ നെഗറ്റീവ് കോറിലേഷൻ ആണെന്നും 0.95 എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് മാർക്ക് ചെയ്യാം അല്ലേ. നെഗറ്റീവ് 0.95, അതായത് -1 വളരെ അടുത്തായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഇതെന്താണ്, ഒരു സ്ട്രോങ് കോറിലേഷൻ ആയിരിക്കും. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് കോറിലേഷൻ. ഇനി ഇപ്പം പോസിറ്റീവ് 0.95 ആണെങ്കിൽ എന്താ, ഇവിടുന്ന് നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്ന്, ഇതിൻ്റെ ഡയറക്ഷൻ എന്താണ്, പോസിറ്റീവ് ആണെന്നും. രണ്ടാമത്തെ കാര്യം എന്താണ്, ഇവിടെ ഒരു സ്ട്രോങ് കോറിലേഷൻ ഉണ്ട് എന്നുള്ളതും. 9 അല്ലെങ്കിൽ ഒരു ഇപ്പോൾ 0.7, 0.8 എന്നൊക്കെ പറയുന്ന സമയത്ത് സ്ട്രോങ് കോറിലേഷൻ കാണിക്കുന്നുണ്ട്. 0.1 അല്ലെങ്കിൽ 0.2 എന്നൊക്കെ പറയുന്ന സമയത്ത് എന്താണ്, കുറച്ചും കൂടി ഒരു വീക്ക് കോറിലേഷനാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കുക. കോറിലേഷൻ കോഎഫിഷ്യൻ്റെ വാല്യൂ എപ്പോഴും -1ൻ്റെയും +1ൻ്റെയും ഇടയിലായിരിക്കും. -1ഉം +1ഉം ആവുന്ന കേസുകൾ വളരെ റെയർ ആയിരിക്കും. അതായത് ഹൈലി അല്ലെങ്കിൽ അത്രയും പെർഫെക്റ്റ് കോറിലേഷൻ റെയർ ആയിട്ട് മാത്രമാണ് സംഭവിക്കുന്നത്. ഇനി സ്കാറ്റർ ഡയഗ്രാം. സ്കാറ്റർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മളെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. നമ്മൾ എക്സിൻ്റെ വാല്യൂ ഇവിടെ പ്ലോട്ട് ചെയ്യുക, വൈൻ്റെ വാല്യൂ ഇവിടെ പ്ലോട്ട് ചെയ്യുക. നമുക്ക് കിട്ടുന്നതൊക്കെ നമ്മളിങ്ങനെ പ്ലോട്ട് ചെയ്തിട്ട് ഇങ്ങനെ കുത്തു വരയ്ക്കുകയാണ് സ്കാറ്റർ ഡയഗ്രത്തിൽ ചെയ്യുക. ഓക്കെ, സ്കാറ്റർ ഡയഗ്രാം വെച്ചിട്ട് ഗ്രാഫിക്കലി നമുക്ക് ഈസി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കോറിലേഷൻ ആണെങ്കിൽ അത് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും. കാരണം എക്സ് കൂടുന്നതിനനുസരിച്ച് അവിടെ നമ്മളെ വൈയും കൂടും. ഓക്കെ, അവിടെ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ എക്സ് കുറയുന്നതിനനുസരിച്ച് വൈയും കുറയും എന്നുള്ള രീതിയിൽ. നോ കോറിലേഷൻ ആണെങ്കിൽ ഇത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക, ഇങ്ങനെ സ്പ്രെഡായിട്ട് കിടക്കുന്നതായിരിക്കും. ഒരു ആറിൻ്റെ വാല്യൂ 0 ആകുമ്പം ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇതെങ്ങനെയാണ്, ആറിൻ്റെ വാല്യൂ 1 ആകുമ്പോഴാണ്. ഇനി നമുക്ക് എക്സും വൈയും പറയുകയാണെങ്കിൽ ഇങ്ങനെ വരാം. വൈ കൂടുന്ന സമയത്ത് എക്സിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ വൈ പീക്കിലാണുള്ളത്, പക്ഷെ ഇവിടെ എക്സ് എത്രയാണ്, കുറവാണുള്ളത്. ഇവിടെ വൈൻ്റെ വാല്യൂ കുറഞ്ഞു, പക്ഷെ ഇവിടെ എന്താണ്, എക്സിൻ്റെ വാല്യൂ ഇതിനെക്കാട്ടും കൂടി. സോ ഇവിടെ നെഗറ്റീവ് കോറിലേഷൻ ആണ്. സോ ആറിൻ്റെ വാല്യൂ -1 ആയിരിക്കുന്ന സമയത്തായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പം R = 1 ആവുന്ന സമയത്ത് ഇങ്ങനെ, 0 ആവുന്ന സമയത്ത് ഇങ്ങനെ, അതുപോലെ തന്നെ -1 ആവുന്ന സമയത്ത് ഇങ്ങനെയാണ് സ്കാറ്റർ ഡയഗ്രാം വരയ്ക്കുന്നത്. ഇനി നമുക്ക് ഒരു 3 ടൈപ്പും കൂടെ പറയാനുണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ അത്ര നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിഗ്രി ലെവലിൽ നമുക്ക് പഠിക്കാനുണ്ടാവില്ല. പോയിന്റ് ബൈ സീരിയൽ കോറിലേഷൻ, അതിനെ നമ്മൾ RPB, പോയിന്റ് ബൈ സീരിയൽ കോറിലേഷൻ എന്നാണ് പറയുന്നത്. അതായത് ഒരു കണ്ടിന്യൂസ് വേരിയബിളും അടുത്തതൊരു ട്രൂ ഡൈക്കോട്ടോമസ് ആയിട്ടുള്ള വേരിയബിൾ ആയിരിക്കും. ഡൈക്കോട്ടോമസ് എന്ന് പറഞ്ഞാൽ ആ വേരിയബിളിന് 2 കാറ്റഗറി ഉണ്ടാവും. അപ്പോൾ ഞാൻ എക്സാമ്പിൾ ജെൻഡർ എന്ന് എഴുതുവാൻ വിചാരിച്ചോ, അല്ലെങ്കിൽ ഓക്കെ ജെൻഡർ പറയുന്നില്ല, ഞാൻ സെക്സ് എന്ന് എഴുതുവാണെങ്കിൽ നമുക്ക് മെയിൽ ഫീമെയിൽ എന്ന് പറഞ്ഞ് 2 കാറ്റഗറി ആയിട്ട് തിരിക്കാം. സോ ജെൻഡർ ഇവിടെ എന്താണ്, ഒരു ഡൈക്കോട്ടോമസ് വേരിയബിൾ ആണ്. ഡൈക്കോട്ടോമസ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു കണ്ടിന്യൂസ് വേരിയബിളും ഒരു ഡൈക്കോട്ടോമസ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പഠിക്കുന്നതെങ്കിൽ നമ്മൾ പോയിന്റ് ബൈ സീരിയൽ കോറിലേഷൻ യൂസ് ചെയ്യുന്നു. ഇനി ടെട്രാകോറിക് കോറിലേഷൻ, അതിനെ നമ്മൾ RT എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. R കോറിലേഷൻ കോഎഫിഷ്യൻറ്റും T ഫോർ ടെട്രാകോറിക് ആണ്. ഇവിടെ നമ്മൾ 2 ഡൈക്കോട്ടോമസ് വേരിയബിൾ തമ്മിലുള്ളതാണ്. പക്ഷെ അവിടെ ട്രൂ ഡൈക്കോട്ടോമസ് വേരിയബിൾ ആവണം എന്നുള്ള നിർബന്ധം ഇല്ല. ആർബിട്രറി ആയിട്ടുള്ള 2 ഡൈക്കോട്ടോമസ് വേരിയബിൾ ആണെങ്കിൽ അതിന് നമ്മൾ ടെട്രാകോറിക് കോറിലേഷൻ എന്നാണ് പറയുന്നത്. ഇനിയുള്ളത് ഫൈ കോഎഫിഷ്യൻ്റ് ആണ്. സോ ഫൈ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഫൈ എന്ന് പറയുന്ന സാധനം ഫൈ കോഎഫിഷ്യൻ്റ്. ഇതിന് നമ്മൾ 2 ഡൈക്കോട്ടോമസ് വേരിയബിൾ, അതായത് 2 ട്രൂ ആയിട്ടുള്ള ഡൈക്കോട്ടോമസ് വേരിയബിൾ ആയിരിക്കണം. ടെട്രാകോറിക്കിൽ നമ്മൾ എന്താണ്, 2 ഡൈക്കോട്ടോമസ് വേരിയബിൾ ആണ്, പക്ഷെ ഇത് ആർബിട്രറി ആവാം എന്നുള്ളൊരു കണ്ടീഷൻ പറയുന്നുണ്ട്. ഫൈ കോഎഫിഷ്യൻ്റ് ആണെങ്കിൽ 2 ട്രൂ ആയിട്ടുള്ള ഡൈക്കോട്ടോമസ് വേരിയബിൾ ആയിരിക്കണം. സോ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാർട്ടിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കോറിലേഷൻ എന്താണെന്നുള്ളത്. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ 2 വേരിയബിൾസ് തമ്മിലുള്ള അസോസിയേഷനാണ് പഠിക്കുന്നത്. അവിടെ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് കാണിക്കുന്നില്ല. 2 വേരിയബിൾ തമ്മിലുള്ള അവരുടെ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ആ 2 വേരിയബിൾ അസോസിയേഷൻ്റെ ഡയറക്ഷൻ എന്താണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ പല ടൈപ്പുകളും നമ്മൾ പഠിച്ചു. സോ ഈ ഒരു വീഡിയോയിൽ ഇത്രയാണുള്ളത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്